ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് NCERTസിനെ കുറിച്ച് പറയുന്ന വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കമ്മ്യൂണിറ്റി പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അടുത്തത് ഏത് വീഡിയോ ചെയ്യണം, ഏത് ടോപ്പിക്കിനെ കുറിച്ച് ചെയ്യണമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പേര് പോൾ ചെയ്തത് ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് NCERTസിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ അതിനാണ് പോൾ ചെയ്തത്, ഏറ്റവും കൂടുതൽ പോൾ വന്നത്. സോ ഞാൻ കരുതി അന്ന് ആ ടോപ്പിക്ക് തന്നെ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇത്രയും ദിവസം ഞാൻ NCERT വായിക്കുമായിരുന്നു, എൻ്റെ ടാർഗറ്റ് അതായിരുന്നു. അപ്പോൾ NCERTs എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എക്സെപ്റ്റ് ഹിസ്റ്ററിയുടെ 11th 12th ഹിസ്റ്ററിയുടെ ഞാൻ മാറ്റി വെച്ചേക്കാണ്. കാരണം അടുത്തത് എൻ്റെ ഓപ്ഷണൽ പ്രിപ്പറേഷൻ നടക്കേണ്ട ടൈമാണ്. സോ എൻ്റെ ഹിസ്റ്ററിയാണ് ഓപ്ഷണൽ. സോ NCERT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മെയിൻ ടെക്സ്റ്റ് തന്നെയാണ്. സോ അപ്പോൾ അത് പഠിക്കാൻ നേരത്ത് ഇത്തിരി ടോപ്പിക് ബേസ് നമ്മൾ പഠിക്കാൻ നേരത്ത് ഇത്രയും കൂടി ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. നമ്മൾ ജനറൽ സ്റ്റഡീസിന് പഠിക്കുന്ന പോലെയല്ല ഓപ്ഷണലിന് പഠിക്കുന്നത്. കുറച്ചും കൂടി നമുക്ക് ഗൂഗിൾ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ചിലപ്പോൾ റെഫറൻസ് എടുക്കാനുണ്ടാവും വേറെ ബുക്കിൽ നിന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാൻ നേരത്ത്. സോ ആ ഒരു ഹിസ്റ്ററിയുടെ NCERT 11th 12th അപ്പോൾ എൻ്റെ ഓപ്ഷണലിൻ്റെ ടൈമിൽ പഠിക്കുന്നത് ബെറ്റർ എന്ന് തോന്നി. അത് കാരണം ഞാൻ മാറ്റി വെച്ചേക്കാം. അതൊഴിച്ച് ബാക്കിയുള്ള NCERTസും എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് NCERT ഉണ്ട്, അതായത് നമ്മൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല, അത് കവർ ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ കുറച്ച് NCERTs ഉണ്ട്. അപ്പോൾ ആ NCERTസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റത്തെ സബ്ജക്റ്റിലോട്ട് നമുക്ക് കിടക്കാം. ഫസ്റ്റത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിയാണ്. പൊളിറ്റിയിൽ എനിക്ക് 2 NCERTs ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് ഈ ക്ലാസ് 11th പൊളിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞൊരു NCERT ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറച്ച് സെക്യുലറിസത്തിനെ കുറിച്ചും ഇക്വാളിറ്റിനെ കുറിച്ചും സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ മസ്റ്റായിട്ട് വായിക്കണം ഈ NCERT. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും വായിച്ചിരിക്കണം. നിങ്ങൾ ലക്ഷ്മികാന്ത് വായിക്കുന്നതിന് മുമ്പ് അത്രയ്ക്ക് നല്ല NCERT ആണ് ഇത്. നിങ്ങൾക്ക് ലക്ഷ്മികാന്ത് വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലൊരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ ഈ NCERT നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എക്സസൈസ് ചെയ്ത് നോക്കണം, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഈ രണ്ട് NCERT പിന്നെ നിങ്ങൾക്ക് ലക്ഷ്മികാന്ത് പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സ് കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊളിറ്റി ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അടുത്ത സബ്ജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ എനിക്ക് വീണ്ടും 2 NCERT ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഒന്ന് ക്ലാസ് 11th ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ NCERT, ഇത് കണ്ടില്ലേ ഈ NCERT. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഫസ്റ്റ് 3 ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ എക്കണോമി ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ് ആണ്. പിന്നെ സെക്കൻഡ് ലാൻഡ് റിഫോംസിനെ കുറിച്ചിട്ട്. ലാൻഡ് റിഫോം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ വർഷം പോലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാൻഡ് റിഫോംസിനെ കുറിച്ചിട്ട്. പിന്നെ ഇതിൽ ചില ഡേറ്റാസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ പറയത്തില്ലേ, ഇന്ത്യയിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഫിഷിംഗ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ GDPയിൽ കോൺട്രിബ്യൂഷൻ ഇത്രയാണെന്നൊക്കെ പറഞ്ഞ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് പഴയ ഡേറ്റയാണ്. സോ നിങ്ങളിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ നേരത്ത് നിങ്ങൾ പുതിയ ഡേറ്റ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, എന്നിട്ട് പഠിക്കുക, എന്നിട്ട് അത് സൈറ്റിൽ എഴുതി വെക്കുക. സോ അങ്ങനെ പഠിക്കുക കേട്ടോ. പഴയ കുറച്ച് കാര്യങ്ങൾ അതിന് വ്യത്യാസം വന്നിട്ടുണ്ട്. സോ അതൊന്ന് നോക്കി പഠിക്കുക. പിന്നെ ഇന്ത്യ ഇപ്പോൾ ഷുഗർ പ്രൊഡക്ഷൻ പിന്നെ ഫിഷ് പ്രൊഡ്യൂസിങ്ങിൽ എത്രാമതാണ് നിൽക്കുന്നത് അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിൽ മാത്രം നോക്കണ്ട, ഇതിലുള്ള ഡേറ്റ മാത്രം നോക്കരുത്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് പുതിയ ഡേറ്റ മാത്രം നിങ്ങൾ പഠിക്കുക കേട്ടോ. പിന്നെ എക്കണോമിക്സിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയത് 2ാമത്തെ ടെസ്റ്റാണ്. ഇത് ഇൻട്രൊഡക്ടറി ടു മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ് 12th ടെസ്റ്റാണ്. ഇത് പഠിക്കുമ്പോഴും നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എക്കണോമിക്സിൽ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഇതിൽ അതിൻ്റെ കുറേ ഇക്വേഷൻസും കുറേ ഗ്രാഫും ഒക്കെ തന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ ഗ്രാഫൊന്നും നിങ്ങൾ നോക്കിയേ വേണ്ട. ആ സിലബസിൽ തന്ന ബേസിക് കാര്യങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുക. നല്ലൊരു ബുക്കാട്ടോ ഇത്. ബേസിക് കാര്യങ്ങളെക്കുറിച്ചിട്ട് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഈ ബുക്കിന് തരും. എക്കണോമിക്സ് ബേസ് പഠിക്കേണ്ടത് ഭയങ്കരമായിട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിൽ കവറായിട്ടുണ്ട്. അത് മസ്റ്റായിട്ടും റീഡ് ചെയ്യണം കേട്ടോ. അടുത്ത സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയാണ്. GS 1 ഒരു സബ്ജക്റ്റാണ് സൊസൈറ്റി എന്ന് പറയുന്നത് ടോപ്പിക്കാണ്. അപ്പോൾ അതിന്
ക്ലാസ് 11ൽ ഈ ഒരു ബുക്കുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. സോഷ്യോളജി ഓപ്ഷണൽ ഉള്ളവർ ഈ ബുക്ക് എന്തായാലും വായിക്കണം. അവർക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ഇത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓപ്ഷണൽ അല്ലാത്തവർ ഈ ബുക്ക് വായിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആവശ്യമില്ല. എനിക്ക് സൊസൈറ്റിക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് 2 NCERTs ആണ്. ഒന്ന് സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 12th NCERT. പിന്നെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് 12th ഈ NCERT. ഈ ബുക്ക്, ഈ 2 ബുക്കാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിൽ നമ്മുടെ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. സോ ഇതും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും കൂടി റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊസൈറ്റി ഇത് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് നമുക്ക് ഈ ഹിസ്റ്ററിയിലെ NCERT ആണ്. അപ്പോൾ ഹിസ്റ്ററിയിലെ NCERTയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം പറയാനുണ്ട്. ഹിസ്റ്ററി എന്ന് പറയുന്നത് UPSCയിലാണ് അത് 5 തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി, പിന്നെ മെഡീവൽ ഹിസ്റ്ററി, പിന്നെ മോഡേൺ ഹിസ്റ്ററി, പിന്നെ വേൾഡ് ഹിസ്റ്ററി, പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയും കൂടി വരുന്നുണ്ട്. ആർട്ട് ആൻഡ് കൾച്ചർ വേറെ ഡിപ്പാർട്ട്മെൻറ്റാക്കി വിടാം നമുക്ക്. ഇപ്പം നമുക്ക് ഹിസ്റ്ററി നോക്കാം. ഹിസ്റ്ററിയിൽ അപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT ആണ് ക്ലാസ് 11ൽ ഈ ഏൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഈ NCERT. ഇത് RS ശർമ്മയുടെ ബുക്കാണ്. ഇതിപ്പോൾ നിങ്ങളെ മെയിൻ സ്റ്റാൻഡേർഡ് ബുക്കായിട്ട് ഈ ഒരു ബുക്ക് മാത്രം മതിയാവും നിങ്ങൾക്ക് ഏൻഷ്യൻ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. പിന്നെ മെഡീവൽ ഇന്ത്യക്ക് വേണ്ടി ഈ ബുക്ക് മെഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസ് 11ൽ ഈ NCERT, സതീഷ് ചന്ദ്രയുടെ ബുക്ക്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്തത് മോഡേൺ ഇന്ത്യ. മോഡേൺ ഇന്ത്യക്ക് ക്ലാസ് 12ൽ ബിപിൻ ചന്ദ്രയുടെ ഈ ബുക്ക്. പിന്നെ ഈ 3 NCERT കൂടാതെ നിങ്ങൾ ഈ ഏൻഷ്യൻ്റ് മെഡീവൽ മോഡേണിന് വേണ്ടിയിട്ട് ഒരു NCERTയും കൂടി വായിക്കുന്നത് നന്നായിരിക്കും. അത് എനിക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറയാൻ തോന്നുന്നില്ല NCERT. എനിക്ക് പേഴ്സണലി ആ NCERT വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. ഇതിൽ 2ലും ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷേ 2ഉം വായിക്കുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ തമിഴ്നാട് ബോർഡിൻ്റെ NCERT ബുക്കാണ്. ക്ലാസ് 11ൻ്റെയും ക്ലാസ് 12ൻ്റെയും 2 NCERT ഉള്ളൂ. ക്ലാസ് 11ന് ഒരു NCERT, ക്ലാസ് 12ന് ഒരു NCERT, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് 2ഉം വായിക്കുക, വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. എസ്പെഷ്യലി എക്സസൈസ് ഒക്കെ. പിന്നെ ഈ ബുദ്ധിസത്തിൻ്റെ പാട്ടൊക്കെ, ബുദ്ധിസത്തിൻ്റെ ടെക്സ്റ്റിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. എനിക്കെന്തോ അത് സ്കിപ്പ് ചെയ്യാൻ നിങ്ങളോട് പറയാൻ തോന്നുന്നില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വേൾഡ് ഹിസ്റ്ററിയിലോട്ട് വരാൻ നേരത്ത് ഉള്ള ഇതാണ് ഈ NCERT, കണ്ടംപററി വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്. അർജുൻ ദേവിൻ്റെയും പിന്നെ ഇന്ദിര അർജുൻ ദേവിൻ്റെയും ടെക്സ്റ്റ് ബുക്കാണ്. വളരെ നല്ലൊരു ബുക്കാണ് കേട്ടോ. വേൾഡ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ബുക്ക് ഫോളോ ചെയ്യാം. വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചില വർഷം അവർ ചോദിക്കും വേൾഡ് ഹിസ്റ്ററിന്ന് ക്വസ്റ്റ്യൻ വരും, ചില വർഷം അവർ ചോദിക്കില്ല വേൾഡ് ഹിസ്റ്ററിന്ന്. സോ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. വേൾഡ് ഹിസ്റ്ററിയിൽ കുറച്ച് ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അതായത് ആ സിലബസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. അത് മാത്രം പഠിച്ചാൽ മതി. വേറെ ഒന്നും കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അടുത്തത് നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. അതിനെന്താ ഈ ടെസ്റ്റാണ്, പൊളിറ്റിക്സ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് ക്ലാസ് 12ലെ ടെസ്റ്റാണ്. നല്ല ടെസ്റ്റാട്ടോ ഇത്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് വേണ്ടി ഒരു ബേസിക് കിട്ടാൻ വേണ്ടി ഈ NCERT യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കടക്കാൻ പോകുന്നത് ആർട്ട് ആൻഡ് കൾച്ചറിലോട്ടാണ്. ആർട്ട് ആൻഡ് കൾച്ചറിലോട്ട് കടക്കാൻ നേരത്ത് ആർട്ട് ആൻഡ് കൾച്ചറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT ആണ്. ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ആർട്ട് എന്ന് പറഞ്ഞ ഈ NCERT പാർട്ട് 1 ആണ്. ക്ലാസ് 11ൽ NCERT വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT ആയിരുന്നു. എനിക്ക് ഈ NCERT വായിക്കാൻ വളരെ മടിയായിരുന്നു കേട്ടോ. ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. കാരണം UPSC ക്വസ്റ്റ്യൻസിൽ കുറേ കാര്യങ്ങൾ, മെയിൻസിന് ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ ഇതിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സ്തൂപ അതിനൊക്കെ കുറിച്ചിട്ടൊക്കെ ഇതിൽ കവർ ചെയ്തത് ഞാൻ കണ്ടു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് സത്യത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് 12ൽ ന്യൂ NCERT
അല്ല ക്ലാസ് 12ലെ ഹിസ്റ്ററി NCERT. പക്ഷേ ഇത് എനിക്ക് ഹിസ്റ്ററിനേക്കാളും കൂടുതൽ ഇതിൽ അവർ ആർട്ട് ആൻഡ് കൾച്ചർ ആ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതായിരിക്കും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ആർട്ട് ആൻഡ് കൾച്ചറിലെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സമയത്തുള്ള സീല്, സ്ക്രിപ്റ്റ്, ആർട്ടുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതും ഹിസ്റ്ററി ടെസ്റ്റാണ്. തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പാർട്ട് 2 ടെസ്റ്റാണ് ക്ലാസ് 12ലെ. പക്ഷേ ഇതിലും ആർട്ട് ആൻഡ് കൾച്ചറിൽ വരുന്ന അതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സാണ് കൂടുതലും പറയുന്നത്. എസ്പെഷ്യലി നമ്മൾക്ക് അൽബിരൂനി എന്ന് പറഞ്ഞ ട്രാവലറിനെ കുറിച്ചൊക്കെ നമ്മൾ UPSC ചോദിക്കാറുണ്ട്. പ്രിലിംസിനൊക്കെ ഞാൻ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ ഈ ബുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ 2 ബുക്കും ആർട്ട് ആൻഡ് കൾച്ചറിനെ സംബന്ധിച്ച്. ഇത് ഹിസ്റ്ററി ആണെങ്കിലും ഇതിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ഇത് പറയുന്നത് ആർട്ട് ആൻഡ് കൾച്ചറിനെ കുറിച്ചിട്ടാണ്. സോ ഈ 3 NCERT സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചറിന് വേണ്ടിയിട്ട്. അടുത്ത സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോഗ്രഫിയാണ്. അപ്പോൾ ജോഗ്രഫിക്ക് എനിക്ക് ഈ 11th and 12th 4 NCERTs എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഒരു NCERT എൻ്റെ കയ്യിലില്ല, അത് ഞാൻ PDF ആയിട്ടാണ് വായിച്ചത്. എൻ്റെ കയ്യിൽ കോപ്പി ഇരിപ്പുണ്ട്, ചാപ്റ്റർ വൈസ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാം കേട്ടോ. അപ്പം എനിക്ക് ജോഗ്രഫിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ആദ്യത്തെ NCERT ആണിത്. ഫണ്ടമെൻ്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ക്ലാസ് 11th ഈ NCERT വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മുടെ ജോഗ്രഫി സിലബസൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഇത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് വായിക്കുക, ഇതിൻ്റെ എക്സസൈസൊക്കെ ചെയ്യണം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ് 11th ഈ NCERT. ഇത് ഇന്ത്യൻ ജോഗ്രഫിനെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട്. പിന്നെ ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ലെക്ചേഴ്സിൻ്റെ ഹെൽപ്പ് നോക്കാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി എനിക്ക് ഈ 2 NCERT വായിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് ക്ലൈമറ്റ് ആ ഒരു ടോപ്പിക് എത്തിയ സമയത്ത് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ക്ലൈമറ്റ് വായിച്ചിട്ട് ഇതിലെ ക്ലൈമറ്റ് പോയി വായിക്കുകയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് മനസ്സിലായില്ല ക്ലൈമറ്റിൻ്റെ ടോപ്പിക്ക്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ചെന്ന് നോക്കിയപ്പോൾ അമിത് സെൻ ഗുപ്ത സാറിൻ്റെ വീഡിയോ കണ്ടായിരുന്നു. പക്ഷേ സാറിൻ്റെ വീഡിയോ എനിക്ക് മനസ്സിലായില്ല, വളരെ സ്പീഡിലാണ് പോകുന്നത്. എനിക്ക് കാര്യങ്ങളൊന്നും ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ എനിക്ക് യൂസ്ഫുൾ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺഅക്കാഡമിയുടെ വീഡിയോ ആണ്. അൺഅക്കാഡമിയിൽ ഒരു സാറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സാറിൻ്റെ വീഡിയോ ആണ്. വളരെ ബേസിക് ലെവലിൽ നിന്ന്, അതായത് 0 ലെവലിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇച്ചിരി ഹിന്ദി അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. അതായത് ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനെ മിക്സ്ഡ് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. ചിലർക്ക് ഹിന്ദി അറിയാത്ത കാരണം ചിലർക്ക് ഡൗട്ട് ഉണ്ടാവല്ലോ. ഹിന്ദി അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ആ സാറിൻ്റെ. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എനിക്ക് ക്ലൈമറ്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ക്ലാസ്സാണ് ഹെൽപ്പ് ചെയ്തത്. പിന്നെ അടുത്ത NCERT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് 12th ഫണ്ടമെൻ്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറഞ്ഞ ഈ NCERT ആട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വായിക്കണം. പിന്നെ അടുത്ത NCERTs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ PDF ആണ്. ഞാൻ എൻ്റെ പിക്ക് സൈഡിൽ കൊടുത്തേക്കാം. പീപ്പിൾ ആൻഡ് എക്കണോമി, ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കണോമി എന്ന് പറഞ്ഞൊരു NCERT ആയിരുന്നു അത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ് 12th NCERT ആണ്, മസ്റ്റ് വായിക്കണം. സോ ഇത്രയാണ് ജോഗ്രഫിയുടെ NCERTs. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ NCERT എന്ന് പറഞ്ഞാൽ അത് സയൻസിലെ NCERT ആണ്. അപ്പോൾ സയൻസിൽ എനിക്ക് 12th NCERT മാത്രമാണ് എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. 12th ബയോളജി NCERT. അത് ഫുള്ളും വായിക്കേണ്ട, കുറച്ച് സെലക്റ്റീവ് ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് മാത്രം വായിച്ചാൽ മതി. എൻ്റെ കയ്യിൽ ആ ബുക്ക് ഇല്ല, ഞാൻ PDF ആയിട്ടാണ് വായിച്ചത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഞാൻ പറയാം. ചാപ്റ്റർ 9 ബയോടെക്നോളജി, ചാപ്റ്റർ 10 ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ചാപ്റ്റർ 11 എക്കോളജി, ചാപ്റ്റർ 12 എക്കോസിസ്റ്റം, പിന്നെ ചാപ്റ്റർ 13 ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ PDF ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് അതിൽ 14 15 ആ ചാപ്റ്ററും കൂടി ഉണ്ടായിരുന്നു. ചാപ്റ്റർ വൈസാണ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുക നമുക്ക്. അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ 2 ചാപ്റ്ററിലും ചാപ്റ്റർ 12ഉം ചാപ്റ്റർ 13ഉം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ഈ ചാപ്റ്റർ 14ലും 15ലും തന്നെ. അതായത് എക്കോസിസ്റ്റവും ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ രണ്ടാമതും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ചാപ്റ്റർ 16 ഇമ്പോർട്ടൻ്റ് ആണ്. എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്.
എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അതിനൊക്കെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഇത് തന്നെ നമുക്ക് ജോഗ്രഫിയിലും പഠിക്കാനുണ്ട്. പക്ഷേ ഇതിലും വായിച്ചേക്കുക, കാരണം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. UPSC പെർസ്പെക്റ്റീവിൽ 2 പ്രാവശ്യം വായിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും വരാനൊന്നും പറ്റുന്നില്ല, പെട്ടെന്ന് തന്നെ തീരും. ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കൊരു ചാപ്റ്ററൊക്കെ തീർക്കാം. 1 മണിക്കൂർ തന്നെ ധാരാളമാണ്. സോ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് NCERT എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങളിത് മസ്റ്റായിട്ടും കവർ ചെയ്യണം. മസ്റ്റായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എക്സസൈസ് ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് എന്നാ പറയുക, ഡേറ്റാസ് എല്ലാം കുറച്ച് പഴയതാണ്. അപ്പോൾ ചില കാര്യങ്ങളിൽ അങ്ങനത്തെ ഡേറ്റാസ് വരാൻ നേരത്ത് നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് പുതിയ ഡേറ്റ മാത്രം പഠിക്കുക. എസ്പെഷ്യലി ഈ ജോഗ്രഫിയൊക്കെ പഠിക്കാൻ നേരത്ത് ഫോറസ്റ്റ് ഏരിയൻ്റെയൊക്കെ ഇത് വരത്തില്ലേ. അപ്പോൾ പുതിയ റിപ്പോർട്ട് പ്രകാരം ഫോറസ്റ്റ് ഏരിയയുടെയൊക്കെ ഇതിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ അതൊക്കെ നോക്കുക. പിന്നെ ഓരോ സെക്ടറിൻ്റെയും GDP കോൺട്രിബ്യൂഷൻസിലൊക്കെ ചേഞ്ചസ് ഉണ്ട്, അതൊക്കെ നോക്കുക. അതൊക്കെ നോക്കിയിട്ട് പുതിയ ഡേറ്റ മാത്രം പഠിക്കുക. പിന്നെ NCERT ഇതുവരെ പഠിച്ചു കഴിയാത്തവർ പെട്ടെന്ന് തീർക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തീർക്കുക. നിങ്ങൾക്ക് ഓപ്ഷണലും മറ്റ് സ്റ്റാൻഡേർഡ് ബുക്സിലൊക്കെ കിടക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ വേഗം തീർത്തിട്ട് വേഗം വരിക. പിന്നെ ടു മച്ച് ടൈം NCERTക്ക് കൊടുക്കണ്ട. ഇത് ബേസിക്സ് ആണ്, ഇനി സ്റ്റാൻഡേർഡ് ബുക്സ് കവർ ചെയ്യാനുണ്ട്. സോ ബേസിക് നിങ്ങൾ പെട്ടെന്ന് പഠിച്ച് തീർത്തിട്ട് വരിക. പിന്നെ ന്യൂ NCERT ആണോ ഓൾഡ് NCERT ആണോ ചോദിക്കുന്നവരോട് ഞാൻ ന്യൂ NCERT പ്രിഫർ ചെയ്യുന്നത് എല്ലാ സബ്ജക്റ്റിനും, ഹിസ്റ്ററി ഒഴികെ. ഹിസ്റ്ററിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓൾഡ് NCERT ആണ്. ഓൾഡ് NCERT ആണ് കുറച്ചും കൂടി ഓരോ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ഓൾഡ് NCERTയിലാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഹിസ്റ്ററിക്ക് മാത്രം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓൾഡ് NCERTs ആയിരിക്കും കേട്ടോ. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.